9th സ്റ്റാൻഡേർഡ് 4th ചാപ്റ്റർ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസിലെ പാർട്ട് 2 വീഡിയോ ആണിത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പേജ് നമ്പർ 64 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 1400 ആൻഡ് ദർ സം ഈസ് 81. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ സം നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്? അതായത് നമുക്ക് രണ്ട് സംഖ്യകൾ ഗുണിച്ചപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1400 കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ രണ്ട് സംഖ്യകൾ കൂട്ടിയപ്പോൾ പ്ലസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 81 കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകളുടെ അടുത്ത സംഖ്യകൾ, അതായത് ഇപ്പം 3, 4, 12 ആണെന്ന് വിചാരിച്ചാൽ 3ൻ്റെ അടുത്ത സംഖ്യ 4, 4ൻ്റെ അടുത്ത സംഖ്യ 5, അങ്ങനെ 4ഉം 5ഉം ഇൻറ്റു ചെയ്തപ്പോൾ അങ്ങനെയുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അതായത് ഏതോ രണ്ട് സംഖ്യകൾ ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 1400 കിട്ടിയിട്ടുണ്ട്. അത് കൂട്ടിയപ്പോൾ 81 കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അടുത്ത സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താൽ അതിനേക്കാളും ഒന്ന് കൂടിയതായിരിക്കുമല്ലോ. അതായത് നമ്മൾ നേരത്തെ ചെയ്തതിനേക്കാളും ഒന്ന് കൂടിയതായിരിക്കും നമുക്ക് അടുത്ത സംഖ്യകൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് എത്രയാണ്? അതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ. അതിന് വേണ്ടിയിട്ട് നമ്പേഴ്സ് എക്സും വൈയും എടുത്തു. നമുക്ക് തന്നിരിക്കുന്നത് എക്സ് ഇൻറ്റു വൈ, അതായത് ആ സംഖ്യകളുടെ, അതായത് രണ്ട് സംഖ്യകൾ എക്സും വൈയും ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് 1400ഉം എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 81. അതല്ലേ, രണ്ട് സംഖ്യകൾ ഗുണിച്ചപ്പോൾ 1400ഉം കൂട്ടിയപ്പോൾ 81. ഇനി നമ്മളോട് പറയുന്നത് അതിൻ്റെ അടുത്ത സംഖ്യകൾ, അതായത് നമ്മുടെ എക്സും വൈയും സംഖ്യകൾ എടുത്താൽ അതിൻ്റെ അടുത്ത സംഖ്യകൾ എന്ന് പറയുമ്പം എക്സ് പ്ലസ് 1 ആയിരിക്കും, വൈ പ്ലസ് 1 ആയിരിക്കും. രണ്ട് സംഖ്യകളെക്കാളും അടുത്ത സംഖ്യ അതിനേക്കാളും ഒന്ന് കൂടിയതായിരിക്കും. ഇപ്പം നമ്മളെടുത്ത സംഖ്യ ഒരു 15 ആണെങ്കിൽ 15ൻ്റെ അടുത്ത സംഖ്യ 16 ആയിരിക്കും, ഒന്ന് കൂടിയതായിരിക്കും. അങ്ങനെയുള്ളത് ഞാൻ എന്ത് ചെയ്തു? ആ എക്സ് പ്ലസ് 1ഉം വൈ പ്ലസ് 1ഉം മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് നമ്മളോട് അത് ഗുണിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. അത് ഗുണിച്ചപ്പോൾ കിട്ടുന്ന ഉത്തരം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ഗുണിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ വരും, എക്സ് ഇൻറ്റു 1 എക്സ് വരും, അതുപോലെ 1 ഇൻറ്റു വൈ വൈ വരും, 1 ഇൻറ്റു 1 1 വരും. നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. നമ്മുടെ മുകളിലത്തെ ക്വസ്റ്റ്യനിൽ എക്സ് വൈ നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1400. ആ എക്സ് വൈ മാറ്റിയിട്ട് അവിടെ 1400 എന്നുള്ള വില ഇട്ട് കൊടുക്കുക. പ്ലസ് എക്സ് പ്ലസ് വൈ, ഇവിടെ എക്സ് മാത്രമായിട്ടില്ല, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഈ ഒരു നമ്പർ നമുക്ക് 81 എന്നറിയാം. അത് 81ഉം പിന്നെ ലാസ്റ്റിലത്തെ 1ഉം അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 1482. അതായത് നമുക്ക് ആദ്യമുള്ള സംഖ്യകൾ ഇൻറ്റു ചെയ്തപ്പോൾ എന്താണ് കിട്ടിയത്? 1400 ആണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 1482 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രൊഡക്റ്റ് ഓഫ് ടു ഓഡ് നമ്പേഴ്സ് ഈസ് 621. അതായത് ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ ഒറ്റ സംഖ്യകൾ 1, 3, 5, 7 എന്നുള്ള അങ്ങനെയുള്ള നമ്പേഴ്സ് അത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 621 കിട്ടുക. നമുക്കറിയില്ല, ഒരുപാട് നമ്പർ ഉണ്ടല്ലോ ഓഡ് നമ്പേഴ്സിൽ. 1 മുതൽ നമുക്കങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോവാം. 1, 3, 5, 7, 9, 11, 13, 15, 17, 19, 21 അങ്ങനെ പറഞ്ഞിട്ട് പോവാം. അപ്പോൾ ഏതെങ്കിലും രണ്ട് സംഖ്യകൾ ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 621 കിട്ടിയിട്ടുണ്ട്. ആ രണ്ട് സംഖ്യകളും പ്ലസ് ചെയ്തപ്പോൾ കിട്ടിയത് എത്രയാണ്? 50 ആണ്. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഓഡ് നമ്പർ നെക്സ്റ്റ് ടു ഈച്ച്? അതായത് നമ്മുടെ ഇപ്പോൾ ഓഡ് നമ്പർ നമുക്ക് എത്രയാണെന്ന് അറിയില്ല. രണ്ട് ഓഡ് നമ്പർ ഇൻറ്റു ചെയ്തപ്പോൾ കിട്ടിയത് 621 ആണെങ്കിൽ അതിൻ്റെ അടുത്ത സംഖ്യകൾ, ഇപ്പം നമ്മൾ എടുക്കുന്ന സംഖ്യ നിങ്ങൾ വിചാരിച്ചു ഒരു 33ഉം 37ഉം ആണെന്ന് വിചാരിക്കുക. നമുക്കറിയില്ല, 33ഉം 37ഉം രണ്ട് ഓഡ് നമ്പറാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് 35ഉം 39ഉം ആയിരിക്കും. കാരണം എന്താണ്? ഓരോ ഓഡ് നമ്പർ തമ്മിലും 2ൻ്റെ ഡിഫറൻസ് ആണ് വരിക. ഇപ്പം നമുക്കറിയില്ല ഇവിടെ എത്രയാണ് നമ്പർ എന്നൊന്നും നമുക്കറിയില്ല. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണ്? രണ്ട് ഓഡ് നമ്പർ പ്ലസ് ചെയ്തപ്പോൾ 621 കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അടുത്ത സംഖ്യകൾ ഇൻറ്റു ചെയ്താൽ എന്തായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക? അപ്പോൾ രണ്ട് സംഖ്യകൾ, രണ്ട് ഒറ്റ സംഖ്യകളാണ് 600, അത് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ്, ഗുണിച്ചപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? 621 കിട്ടിയിട്ടുള്ളത്. അതുപോലെ അത് കൂട്ടിയപ്പോൾ, അത് പ്ലസ് ചെയ്തപ്പോൾ, രണ്ട് ഓഡ് നമ്പർ പ്ലസ് ചെയ്തപ്പോൾ 50 ആണ്. അപ്പോൾ 50 കിട്ടണമെങ്കിൽ ഒന്നിക്ക് 33ഉം 17ഉം ആവാം. നമുക്കറിയില്ല അല്ലേ, 33ഉം 17ഉം ആവാം. അല്ലെങ്കിൽ 50 കിട്ടുന്ന സംഖ്യകൾ ഓഡ് നമ്പർ 45ഉം 5ഉം ആവാം. അത് ഇൻറ്റു ചെയ്താൽ 621 കിട്ടണം കേട്ടോ. അങ്ങനെയുള്ള കാര്യം കൂടെ നോക്കണം. പിന്നെ നമുക്ക് 17ഉം 33ഉം ആവാം, അത് നേരത്തെ പറഞ്ഞു അല്ലേ. പിന്നെ ഇതുപോലെ തന്നെ 27ഉം 23ഉം ആവാം. അപ്പോൾ അതെല്ലാം ഓഡ് നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും സംഖ്യകളാവാം നമുക്ക്.
പക്ഷെ നമുക്ക് സംഖ്യകൾ ഏതാണെന്നൊന്നും വേണ്ട. നമ്മളോട് ക്വസ്റ്റ്യൻ എന്താണ്? രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 621 ആണ്, അത് പ്ലസ് ചെയ്തപ്പോൾ 50 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അടുത്ത സംഖ്യകൾ നമുക്ക് കാണേണ്ടത് അത് മാത്രമാണ്. ആൻസർ മാത്രമേ വേണ്ടൂ. നമുക്ക് അത് അടുത്ത സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ് ആൻസർ കിട്ടുക. ഞാൻ രണ്ട് സംഖ്യകൾ എക്സും വൈ ആയിട്ട് എടുത്തു, നേരത്തെ എടുത്തതുപോലെ തന്നെ. അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പം എക്സ് ഇൻറ്റു വൈ 621ഉം എക്സ് പ്ലസ് വൈ 50 ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓഡ് നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്, അതായത് നമ്മൾ എടുത്ത സംഖ്യകൾ എക്സും വൈയും ആണ്. അതിനടുത്ത ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ അത് എക്സ് പ്ലസ് ടുവും വൈ പ്ലസ് ടു ആയിരിക്കും. ഈവൺ നമ്പറും ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് വരിക. കാരണം ഈവൺ നമ്പർ തമ്മിലുള്ള ഗ്യാപ്പ് എത്ര തന്നെയാണ്, 2 2 2 അങ്ങനെ ആഡ് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ ഓഡ് നമ്പർ ആയാലും ഈവൺ നമ്പർ ആയാലും നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണ്? എക്സ് പ്ലസ് ടു ഇൻറ്റു വൈ പ്ലസ് ടു രീതിയിൽ തന്നെയാണ്. ഇനി നമ്മളോട് നോക്കാം, എക്സ് പ്ലസ് ടു അത് ഇൻറ്റു ചെയ്താൽ, അതായത് എക്സ് പ്ലസ് ടു ഇൻറ്റു വൈ പ്ലസ് ടു മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മളിതാ ആദ്യം എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, പിന്നെ എക്സ് ഇൻറ്റു ടു 2x, പിന്നെ 2 ഇൻറ്റു വൈ 2y, പിന്നെ 2 ഇൻറ്റു 2 4, ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ എക്സ് വൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ എക്സ് വൈ നമുക്ക് തന്നിരുന്നുകൊണ്ട് എക്സ് വൈ ഉണ്ട്. പിന്നെ എക്സ് പ്ലസ് വൈ ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു എക്സ് ഉണ്ട്, 2 ഇൻറ്റു വൈ ഉണ്ട്. 2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് പ്ലസ് വൈ ബ്രാക്കറ്റിൽ എഴുതാം. 2 ഇവിടെ കോമൺ ആണ്, അതുകൊണ്ട് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ബ്രാക്കറ്റിൽ എഴുതാം, പ്ലസ് ലാസ്റ്റുള്ള 4. അപ്പോൾ എക്സ് വൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ 621 ആണ്. പിന്നെ 2 ഇൻറ്റു എക്സ് വൈ, എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 50 ആണ്. അപ്പോൾ 2 ടൈംസ് 50 എന്ന് പറയുമ്പോൾ അത് 100 ആകും. അങ്ങനെ 621 പ്ലസ് 100 പ്ലസ് 4 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 725 ആണ് കിട്ടുക. അതായത് രണ്ട് ഓഡ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 621 ആണെങ്കിൽ അതിനടുത്ത നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും? 725 ആയിരിക്കും. 725. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഈ രണ്ട് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ബൈ.